ഹലോ, അപ്പോൾ ഇന്ന് പോകുന്നത് എങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിവിടെ എൻ്റെ ഫ്രണ്ടിൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ വീടിൻ്റെ അടുത്തൊരു സ്ഥലമുണ്ട്. പിന്നെ കോറിയിലേ അല്ലേ അല്ലേ അവിടെ എന്തൊക്കെയോ കാണാനുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ അതവരെ കൂടെ തന്നെ പോവുകയാണ്. അപ്പോൾ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ പറയാം കേട്ടോ. ആര് പൂവിൻ്റെ അവർക്കില്ലേ അതിൻ്റെ ചുവപ്പ് പുള്ളിയുള്ളല്ലേ അതവിടെ കുറേ ഉണ്ട്. അതിൻ്റെ പേരെന്താ അറിയോ? സൂര്യപ്പുലി എന്നല്ല, ഓർക്ക്. താത്താൻ്റെ പഴയ ഏർപ്പിട്ടാൽ മതി. ഇനി ഒരു മല കയറാനുണ്ട് കേട്ടോ. ആ മല കയറിയിട്ട് വേണം ഇപ്പോൾ ഈ പറഞ്ഞ സ്ഥലം എത്തണമെങ്കിലേ. അപ്പോൾ ഞങ്ങളിതാ സാഹസികമായൊരു യാത്രയാണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് കടന്നിട്ട് ഇവിടുന്ന് ഇതാ ഈ ഒരു കോറി കഴിഞ്ഞ് മല കയറി വേണം പോകാൻ. ഉണ്ടോ എന്തോ ഒരു വലിയ കണ്ടില്ല പാറക്കെട്ടുകൾ. ഇത് കഴിഞ്ഞ് വേണം മുകളിലേക്ക് എത്താൻ കേട്ടോ. ജിബിയേ, നീ കുറേ ദൂരം വരാനുണ്ടോ? നീ കുറേ ദൂരം ഉണ്ടോ? ഇനിയുണ്ടോ? ഒരു രക്ഷയില്ലല്ലേ, കയറന്നെ വേണമല്ലേ. അപ്പോൾ ഏതായാലും എന്താ ഓർക്കിത് പരിചയമുള്ള സ്ഥലമായതുകൊണ്ട് ഓർക്കൊരു പ്രോബ്ലം അല്ല കയറാൻ. പക്ഷേ ഇവിടുന്ന് ഈ പാറക്കെട്ടുകളൊക്കെ കയറിയിട്ട് വേണം അങ്ങോട്ട് എത്തണമെങ്കിൽ കേട്ടോ. അയ്യോ, ഒടുവിൽ ഇവിടെ എത്തി. ഇനി ഇവിടുന്ന് എങ്ങോട്ടാ പോകണം അറിയാം. ഇവിടുന്ന് നേരെ ഇനിയൊരു മല കയറാനുണ്ട് കേട്ടോ. ഈ ഇടുങ്ങിയ വഴികളിലൂടെയൊക്കെയാണ് ഇനി പോണത്. വലിയ നടപ്പാത മാത്രമേ ഉള്ളൂ. ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാനും ഫോണും അടക്കം താഴെ വീഴും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എത്തിയിട്ടുള്ള കാഴ്ചകൾ കാണാം കേട്ടോ. ഇതാ ഇവിടെയൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കണ്ടില്ലേ, ചുറ്റും കാടും പാറക്കെട്ടുകളും. ഇതിലൂടെയാണ് ഈ പോവാനുള്ളത് കേട്ടോ. അപ്പോൾ ഐഷു, നീ കുറേ പോകണ്ടോ? നീ കുറേ ഉണ്ട്. അപ്പം നടന്നൊരു ഒരു ഭാഗത്താകുന്നു. അല്ല, ഇവിടുന്ന് റെസ്റ്റ് ചെയ്തിട്ട് പോയാൽ പോരെ? ഒന്നും പറയാനില്ല കേട്ടോ. ഇവിടുത്തെ കാറ്റിനെ കുറിച്ച് പറയുന്നേ വേണം. കാരണം ഈ ഒരു ചൂടുള്ള സമയത്ത് നല്ല കാറ്റ്, അതും വിജനമായി ഇങ്ങനെ പാറക്കെട്ടുകളും കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ആയിട്ടില്ല, ഇപ്പോഴും നമ്മൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. നമ്മൾ കാണേണ്ട സ്ഥലങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ല. അങ്ങനെ ഞങ്ങളിത് അതിന് ലാസ്റ്റ് വ്യൂ ഇതാണ് കേട്ടോ. അടിപൊളിയാണ്. ഐഷോ എങ്ങനെയുണ്ട്? അടിപൊളിയില്ല. ഇതാ കണ്ടില്ലേ, ഇങ്ങനെ ഈ പാറക്കെട്ടുകൾ. എന്താ ഇനി കുളം കൂടി കാണണ്ടല്ലോ ഇവിടെ തന്നെ മുകളിൽ കയറിയിട്ടതാ. അടിപൊളിയാണ് കേട്ടോ, സൂപ്പർ. ഈ പാറ ഐശ്വര്യത്തിൻ്റെ ഇതിൻ്റെ ഷേപ്പാ. ഐസ്ക്രീം ഓർമ്മ വരുന്നില്ലേ? കോൺ ഐസ്ക്രീം ഓർമ്മ വരുന്നേ. ഇതായതില്ലേ, ഇത് എന്താ പറയുക, ഒരു പരുന്തിൻ്റെ ഷേപ്പ് എനിക്ക് തോന്നുന്നത്. കണ്ടോക്ക് അല്ലേ? ഫേസ് ഇങ്ങനെ പരുന്തിനെ പോലെ ഷേപ്പ്. അടിപൊളി. കണ്ണും അല്ലേ ഒക്കെ ഉള്ളത് പോലെ ഷേപ്പ്. തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിട ആകാശ പൊന്നാല നിലകളെ ആഴത്തിൽ തൊട്ടേ വരാം. തുമ്പീവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിട. ഇതാണ് ഐഷുമ്മ, ഇതാണ് ഐഷുമ്മ. കണ്ടില്ലേ? ഇങ്ങനെയുള്ള യാത്രകൾ നമ്മൾ ചെയ്യുമ്പോൾ എൻ്റെ അനുഭവം പറയാട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, വീട് ആ ചുറ്റുപാട് അവിടെ നിന്നൊക്കെ മാറി നമ്മൾ ഇങ്ങനെയുള്ള കുറച്ചൊക്കെ ഒരു നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങൾ തന്നെ നമ്മളൊന്ന് വന്ന് വിസിറ്റ് ചെയ്ത് നമ്മളവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് കുറച്ച് എന്തെങ്കിലും സംസാരിച്ചിരുന്നു കഴിഞ്ഞാൽ എന്താ അറിയില്ല, എൻ്റെ മനസ്സിന് എന്തോ ഒരു സന്തോഷമാണ്. ആ സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെയുള്ള യാത്രകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു യാത്രകൾ അത്രമാത്രം ഹാപ്പിനെസ് നൽകാറുണ്ട്. വലിയ യാത്രകളൊന്നും പോകാറൊന്നും കഴിയില്ലെങ്കിലും
കുഞ്ഞു കുഞ്ഞു യാത്രകൾ മതി നമ്മുടെ മനസ്സൊക്കെ ഒന്ന് സന്തോഷമാവാം. ഇങ്ങനത്തെ ഒരുപാട് വീഡിയോസുകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കുഞ്ഞു കുഞ്ഞു യാത്രകൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ എന്നാലും എനിക്കിത് വീണ്ടും വീണ്ടും പറയാൻ തോന്നുകയാണ്. കാരണം എന്തെങ്കിലും ടെൻഷൻ അടിച്ച് ആരെങ്കിലും വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇറങ്ങിക്കോളാം, എങ്ങോട്ടെങ്കിലും യാത്ര പോയിക്കോളാം. ഓക്കെ, ഇനി മടങ്ങണ കാര്യം ആയിഷു പറയട്ടോ, ഫുള്ളായിട്ട് പറയും. അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ ഇവിടെ എല്ലായിടത്തും കണ്ടു. എന്താ അങ്ങനെ ആയിഷോ പറയല്. അപ്പം ഞങ്ങളിത് ഇവിടുന്ന് മടങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. കാരണം എന്താ പറയുക, അത്രക്കും അതെ ആ ഭാഗത്ത് കൂടെ കയറി ഞങ്ങൾ ഈ ഭാഗത്ത് കൂടെ ഇറങ്ങാൻ പോകണം കേട്ടോ. അതിൻ്റെ വൈബിൽ പറയും, വൈബിൽ പറയാം ആയിഷോ. അപ്പം എല്ലാവരോടും എന്താ പറയുക, കമൻസും സബ്സ്ക്രൈബ് ചെയ്യാൻ ഫോളോ. ഓക്കെ, അപ്പം ആയിഷു പറഞ്ഞ പോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇനി മടങ്ങണ കാര്യം ആയിഷു പറയട്ടോ, ഫുള്ളായിട്ട് പറയും. അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ ഇവിടെ എല്ലായിടത്തും കണ്ടു. എന്താ അങ്ങനെ ആയിഷോ പറയല്. അപ്പം ഞങ്ങളിത് ഇവിടുന്ന് മടങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. കാരണം എന്താ പറയുക, അത്രക്കും അതെ ആ ഭാഗത്ത് കൂടെ കയറി ഞങ്ങൾ ഈ ഭാഗത്ത് കൂടെ ഇറങ്ങാൻ പോകണം കേട്ടോ. അതിൻ്റെ വൈബിൽ പറയും, വൈബിൽ പറയാം ആയിഷോ. അപ്പം എല്ലാവരോടും എന്താ പറയുക, കമൻസും സബ്സ്ക്രൈബ് ചെയ്യാൻ ഫോളോ. ഓക്കെ, അപ്പം ആയിഷു പറഞ്ഞ പോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. എന്ത് ചെലവ്? ക്യാമറമാൻ ആയതുകൊണ്ടുള്ള ചെലവ് എനിക്ക് വേണം. ക്യാമറമാൻ ആയതുകൊണ്ട് എനിക്ക് എന്ത് ചെലവാണ്ടേ? എനിക്കോ എനിക്ക് 20-ൻ്റെയോ 40-ൻ്റെയോ പൈസന് എന്താ പറയുക, 20 ഗാലക്സി 40 ഗാലക്സി അല്ലേ? 20-ൻ്റെ ഡയറി മിൽക്കോ 40-ൻ്റെ ഡയറി മിൽക്കോ. ഓക്കെ, ഏറ്റുട്ടോ. അതിന് പൈസക്ക് എന്തിനാ പറയണേ? എനിക്ക് മിൽക്ക് എന്താ പറയാ മിൽക്കി ബാർ അല്ലെങ്കിൽ ഗാലക്സി എന്ന് പറഞ്ഞാൽ പോരെ? എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങി തന്നാൽ മതിയോ? ചോക്ലേറ്റ്